നന്മയും ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ്. കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ്. ഒട്ടുനാൾ കണ്ണുനീർ പേട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമീ തിട്ടമായി. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ്. പോകാനെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല. ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ്. അച്ഛൻ തിരിക്കുന്നില്ല, നോക്കുന്നില്ല, എടുക്കുന്നില്ല, അവർക്ക് കഴിവാണ്. അതാണ് അച്ഛനൊന്ന് ചിരിച്ചില്ലെങ്കിൽ എല്ലാവരും വിഷമിക്കുന്നതല്ല. അച്ഛൻ വന്നാൽ നോക്കില്ല. അതിന് ഏകദേശം കാരണമുണ്ടായിരുന്നു. കുഞ്ഞുമക്കൾ അവരൊന്ന് പോയി, അവർക്ക് പഠിക്കാനൊക്കെ പോകണം, അങ്ങനെ പോകണം. അതുകൊണ്ട് അച്ഛൻ്റെ മനസ്സ് അപ്പോൾ ശിശു ഹൃദയമാണ്. വിഷമമുണ്ട്. പ്രിയപ്പെട്ടൊരു മാറുമ്പോൾ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. അത് ഇപ്പോൾ മാത്രമല്ല, ഈ സഹോദരങ്ങൾ ഇവർ 6-7 പേര് എല്ലാവരും എത്ര പ്രാവശ്യം അച്ഛനെ കാണാൻ വേണ്ടി ഓടി വന്നു. ഏറ്റവും ഓടിയ ഡിസംബർ ലാസ്റ്റിൽ ഏറ്റവും അത്യാവശ്യമില്ല ആയപ്പോൾ പോകാനൊക്കെ തന്നെ ഇവിടെ ആരും ഈ ഭാഷയിൽ കയറുമ്പോൾ തന്നെ ഇവിടെ മുഴുവൻ ധാരാളം വള്ളികൾ ലതാനികുഞ്ചം പോലെ ഒരാശ്രമം പോലെ ഒരു സന്യാസി വസിക്കുന്നത് പോലെ ഇവിടെ മുഴുവൻ അങ്ങനെ വള്ളികളും. സഹോദരങ്ങളും കുടുംബങ്ങളും പ്രിയപ്പെട്ടവരെ, പ്രിയാച്ചൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെടുവാൻ സാധിച്ചത് വലിയൊരു ദൈവിക പദ്ധതിയും ഒരു ദൈവിക ആലോചനയുമായിട്ടാണ് എന്നും ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്തിലും പഠനശേഷവും ഒക്കെ പലതവണ ഈ ഭവനത്തിൽ വരുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതലും അച്ഛൻ്റെ രോഗാവസ്ഥയിലാണ് എനിക്ക് പലപ്പോഴും വരാനും കാണാനും സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള മാത്യു അങ്കിളുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ പലപ്പോഴും ഇവിടെ വന്നത്. എൻ്റെ പഠനകാലത്തിലൊക്കെ ഒത്തിരി എന്നെ സഹായിക്കുവാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഈ കുടുംബം വളരെയധികം താല്പര്യം, ഉത്സാഹം, പ്രാർത്ഥന, പിന്തുണ ഒക്കെ നൽകി തന്നത് ഇപ്പോഴും നന്ദിയോടെ ഓർക്കുകയും കുടുംബങ്ങളുടെ പ്രാർത്ഥന ഐക്യതയിൽ നിലനിൽക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയാകുന്നത് ഓർത്ത് സ്മരിക്കുന്നു. പ്രിയ അച്ഛൻ്റെ രോഗാവസ്ഥയിൽ ഏറ്റവും അവസാനം വന്നപ്പോൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാനും അച്ഛൻ്റെ ആശ്വാസപ്പെടുന്ന വാക്കുകൾ അച്ഛനിൽ നിന്ന് എനിക്ക് ലഭിക്കുവാനും ഒക്കെ ഇടയായത് നന്ദിയോടെ ഓർക്കുന്നു. ലോകത്തിൻ്റെ പല തീവ്രമായ അനുഭവങ്ങളോട് കടന്നു പോയപ്പോൾ വീണ്ടും ആരോഗ്യത്തിലേക്കും സൗഖ്യത്തിലേക്കും മടങ്ങി വരുവാനും പ്രിയ കുടുംബങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും കൊച്ചുമയുടെ ശുശ്രൂഷയും എല്ലാം മുഖാന്തരമായി തീർന്നു എന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. അത് ദൈവിക വാഗ്ദാനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസം നിറഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരൻ ഇരിക്കും. അവിടെ കർത്താവിരിക്കുന്ന ഇടത്തേക്ക് തൻ്റെ ശുശ്രൂഷക്കാരനായ പ്രിയാച്ചനെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നു. നല്ല പോർപ്പൊരുത്തു, ശ്വാസം കാത്തു, ഓട്ടം തികച്ചു. നീലയുടെ കിരീടം പ്രാപിക്കുവാൻ പ്രിയാച്ചൻ കടന്നുപോയി. ഈ ജീവിതത്തിലെ ദൗത്യം വാസസ്ഥലങ്ങളുടെ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു.
ഞാൻ സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിനെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെ പരസ്പരം ആശ്വസിപ്പാനും നേതൃപ്രത്യാശയിൽ ജീവിപ്പാനും എല്ലാവരുടെയും ആകുന്നതിന് കടന്നുപോകൊണ്ട് എന്ന് ചിന്തിപ്പാനും കർത്താവിനെ വീണ്ടും വരവിന് ഞങ്ങൾ ഒരുങ്ങുവാനും ലോകത്തെ ഒരുക്കുവാനും ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ധന്യമായ ശുശ്രൂഷയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട് അച്ഛനെ സഹായിച്ചു. കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് നീ ധൈര്യപ്പെടുത്തണമേ. മകളെയും കുടുംബത്തെയും നിന്റെ സന്നിധി തരുന്നു. നിന്റെ മകനെയും പൈതങ്ങളെയും കരങ്ങളിൽ തരുന്നു. കർത്താവെ നീ അനുഗ്രഹിക്കണമേ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കാരും നിന്നെ സ്തുതിക്കുന്നു. ശുശ്രൂഷയുടെ ഇടവകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ടല്ലോ. അവരുടെ യാത്രയിലൊക്കെ നീ കൂടെ ഇരിക്കണമേ. ഇവിടെ നടക്കേണ്ട ശുശ്രൂഷയിൽ കൂടെ ഇരിക്കണമേ. നിന്റെ ആ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നിന്റെ ആ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാൻ ലോകത്തെ ഒരുക്കുവാനായിട്ട് സഹായിക്കണമേ. സ്വർഗീയവരോടെ ഭവനം നിറയ്ക്കണമേ. ആശ്വാസം കൊണ്ട് സമാധാനം കൊണ്ട് നിന്റെ മക്കളെ പരിപാലിക്കണമേ. എല്ലാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അയക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ബഹുമാനപ്പെട്ട P.N. അലക്സാണ്ടർ അച്ഛൻ അനുശോചനം പറയും. സമാദരണീയനായ T.M. വർഗീസച്ചൻ്റെ ദേഹവിയോഗത്തിൽ സ്നേഹബഹുമാന ആദരവുകളുടെ 2 വാക്കുകൾ രേഖപ്പെടുത്തേണ്ടത് എൻ്റെ ഒരു ധാർമ്മികമായ കടപ്പാടാണ്. അച്ഛൻ സജീവ സേവനത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞപ്പോൾ മാർത്തോമാ സഭയിലെ റിട്ടയർഡ് ക്ലർജി ആ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ചുമതലയെടുത്തു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ചില ബലഹീനതയുടെ വെളിച്ചത്തിൽ അച്ഛൻ ആ സ്ഥാനത്തു നിന്ന് മാറുമ്പോൾ ഈ വീട്ടിൽ വന്ന് മാർത്തോമാ സഭയിലെ റിട്ടയർഡ് ക്ലർജി അതിൻ്റെ എല്ലാ ഫയലുകളും അച്ഛനിൽ നിന്ന് സ്വീകരിച്ചത് ഞാനാണ്. 65 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സഭയിലെ പട്ടക്കാർ സാധാരണഗതിയിൽ സജീവ സേവനത്തിൽ നിന്ന് മാറി പല ഇടവകളിലെയോ സ്ഥാപനങ്ങളിലെയോ ശുശ്രൂഷയിലോ വീട്ടിൽ പാർത്തുകൊണ്ട് വിവിധങ്ങളായ ശുശ്രൂഷകളിൽ ഏർപ്പെടും. അവർക്കൊരു നല്ല പ്രചോദനം നൽകുന്നതിനും കുറഞ്ഞത് 3 മാസം കൂടുമ്പോൾ അവരെ കൂട്ടിച്ചേർത്ത് സാധാരണഗതിയിൽ തിരുവല്ല വനിതാ മന്ദിരത്തിൽ വെച്ച് ഈ അച്ഛന്മാർക്ക് റിട്രീറ്റുകൾ, പഠന സമ്മേളനങ്ങൾ, ചർച്ചകൾ എല്ലാം നടത്തും. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ രേഖകളൊക്കെ ഞാൻ എടുക്കുമ്പോൾ ഏറ്റവും സിസ്റ്റമാറ്റിക്കായ നിലയിൽ ഈ റിട്ടയർഡ് ക്ലർജിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ദിശാബോധം, ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായും വിശ്വസ്തയായും അച്ഛൻ നിർവഹിച്ചതിനെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. അത് പിന്നീട് ഓരോ പടിയും മെച്ചമായി ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അത്യാലി അച്ഛനാണ് ഇപ്പോൾ സജീവ അതിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തനം നൽകുന്നത്. ഒരച്ഛൻ സജീവ സേവനത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെയുള്ള റൂൾ ധർമ്മം എന്താണ് എന്നുള്ളത് പലപ്പോഴും സംശയിക്കുമ്പോൾ സജീവ സേവനത്തെ പോലെ തന്നെ ധന്യമായി താൻ ഏത് സ്ഥലത്തായിരുന്നാലും വിലപ്പെട്ട സേവനം നിർവഹിക്കാം. അതിനെക്കുറിച്ചുള്ള നല്ല പ്രേരണകളാണ് ഈ റിട്രീറ്റുകളിൽ പട്ടക്കാരുടെ കോൺഫറൻസ് നിർവഹിക്കുന്നത്. എനിക്ക് മുമ്പായി പ്രസംഗിച്ച 2 പേരും അച്ഛൻ്റെ സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞു. എനിക്കെന്നാൽ അച്ഛൻ്റെ ഒരു സഹോദരിയെക്കുറിച്ചൊരു നല്ല ഓർമ്മയുണ്ട്. എൻ്റെ മകനോടുകൂടെ ഞാൻ കുറേ കാലം ഇംഗ്ലണ്ടിൽ താമസിക്കാനിടയായി. അവിടെ ഈസ്റ്റ് ഹാം, ലണ്ടനടുത്ത് ഈസ്റ്റ് ഹാം എന്ന് പറയുന്ന സ്ഥലത്ത് അച്ഛൻ്റെ സഹോദരി, അവരുടെ കുടുംബം കാരൂർ സോമൻ, അവർ ഇംഗ്ലണ്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ ഇത്രയധികം സാഹിത്യ അഭിരുചി കേരളം വിട്ടുകഴിഞ്ഞാൽ, ഇന്ത്യ വിട്ടാൽ ഒരാൾക്ക് മലയാളം പറയുന്നത് തന്നെ മോശമാണ്. എന്നാൽ ഇംഗ്ലണ്ടിൽ താമസിച്ചുകൊണ്ട് അനേക നല്ല കൃതികൾ, സാഹിത്യ രചനകൾ, നോവലുകൾ, നാടകങ്ങൾ, കാവ്യങ്ങൾ ഒക്കെ ചമച്ചതായിട്ടുള്ള ഒരാളാണ് ഈ കാരൂർ സോമൻ. പ്രവാസിക്കാരൻ ഗൾഫിൽ നിന്നുള്ള ആഗ്രഹം അയച്ചു തന്നിട്ടുണ്ട്. അത് ഇംഗ്ലണ്ടിൽ നിന്ന് എപ്പോൾ നാട്ടിൽ വന്നാലും കഴിവത് എന്നെ വന്ന് കാണും, എന്നെ അല്ലെങ്കിൽ വിളിക്കും. ഞാൻ ഓർത്തിട്ടുണ്ട്, T.M. വർഗീസച്ചൻ
വാസ്തവത്തിൽ ഇത്രയും വളരെ പ്രാഗൽഭ്യമുള്ള തൻ്റെ അളിയന് വേണ്ടി ഞങ്ങളുടെ അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ ഇദ്ദേഹത്തിനെ ഒന്ന് വിളിക്കണമെന്നോ റിട്ടയർഡ് ക്ലർക്കിയിൽ ഇദ്ദേഹത്തിനെ ഒന്ന് ക്ഷണിച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യ പുരസ്കാരങ്ങളുടെ അവാർഡുകൾ അംഗീകരണങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് രേഖപ്പെടുത്തുന്നത് ഞാനാണെങ്കിൽ അടൂർ ഭദ്രാസന ചുമതലയിലിരിക്കുമ്പോൾ ഇപ്പോഴും അദ്ദേഹം വന്നാൽ ആ ഭദ്രാസനത്തോട് അടുത്തൊരു സ്പിരിച്വാലിറ്റി സെൻ്ററുണ്ട്. അവൻ വരുമ്പോൾ അച്ഛന്മാരെ കഴിവതും വിളിച്ചു കൂട്ടി അവിടെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ സംഭാവനകൾക്ക് ഒരു അംഗീകരണത്തിൻ്റെ ചില അവസരങ്ങളുണ്ടാകും. ഞാൻ എൻ്റെ വാക്കുകളെ സംക്ഷേപിക്കുകയാണ്. കുടുംബാംഗങ്ങളെ, സിനിമത്തിലെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, സജ്ജനെ പാർട്ടി പറയുമ്പോൾ മൊത്തമാസഭയിലെ പ്രകടനായ ഒരു പണക്കാരനായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. അതോടൊപ്പം തന്നെ ഉച്ചമയും മൊത്തമാ സ്കൂളുകളിൽ ജോലി ചെയ്തിരുന്നു. ഓരോ സ്കൂളിൽ ഹെഡ്മിസ്ട്രസ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. മകളാണ് സൂസൻ. സൂസന് ആ ഓരോ സ്കൂളിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ കോട്ടയം MGS മാതിരിയിൽ ജോലി ചെയ്യുന്നു. ഈ കുടുംബം സഭയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സുഷ്കാന്തിയോടുകൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 വർഷമായിട്ട് അച്ഛന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ആശുപത്രിയിലും വീടുകളിലുമായിട്ട് അഭയം പ്രാപിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഈ സുനിലും സൂസനും മടുപ്പ് കൂടാതെ ശുശ്രൂഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊച്ചുമക്കളുടെ ഈ പരിരക്ഷ വളരെയധികം അനുഭവിച്ചിട്ടുണ്ട് അച്ഛനാണ്. അച്ഛന് പ്രത്യേകിച്ച് കുടുംബങ്ങളെന്ന് ഞാൻ സഹോദരങ്ങളോടൊക്കെ വളരെ താല്പര്യമുള്ളവരായതുകൊണ്ട് എപ്പോഴും സഹോദരങ്ങളുടെ പ്രതിപത്തി ആയിരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും അച്ഛൻ ഞങ്ങളോട് സ്നേഹം വ്യക്തം കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കുടുംബവും ഈ സഭയുമായിട്ടും സമൂഹവുമായിട്ടും വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ദുഃഖാന്തരായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. മരണം വരുമ്പോഴാണെങ്കിൽ തന്നെയും നമുക്ക് ക്രിസ്തുവിന്റെ 2ാമത്തെ വരവില് ഇവിടെ കാണുന്ന പ്രത്യാശയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുള്ള നോക്കി പറയുകയും ചെയ്യാം. നിങ്ങളുടെ സ്കൂളിലെ അതൊരു സൂചകമായി അതായത് ഓരോ സ്കൂൾ കുടുംബത്തിന്റെ സ്കൂളിന്റെയും അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും സൂചകമായിട്ട് ഇപ്പോൾ സ്റ്റാഫ് സെക്രട്ടറി ഗീത ടീച്ചറെ ഗീതത്തെ സമർപ്പിക്കുന്നു. വേഗം
വിശ്വാസത്തിന്റെ നായക നിന്റെ യോദ്ധാവേ വിശ്വസ്തനായി കാക്കുക നാലാന്ത്യത്തോളമേ പ്രിയപ്പെട്ട ഗാന്ധി അച്ഛൻ നോവയ്ക്ക് നിർവഹിച്ചതായിട്ടുള്ള ബഹുമാനപ്പെട്ട പട്ടക്കാരനാണ് ബഹുമാനപ്പെട്ട PM വർഗീസ് അച്ഛൻ. 1968 മുതൽ 44 വർഷങ്ങളായി അദ്ദേഹവുമായി അവനുമായി സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ കഴിയുന്നതിന് എനിക്ക് അവസരം ലഭിച്ചു. കോട്ടയത്ത് അച്ഛനായിരിക്കുന്നതായിട്ടുള്ള നാളുകൾ ഓർക്കുകയാണ്. ഞങ്ങൾ കോവിഡ് അച്ഛനും CM അച്ഛനും അത്യാരി അച്ഛനും MB തോമസ് ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടിവരുമായിരുന്നു. ഓരോ മാസത്തിലും ഓരോ ഭവനങ്ങളിൽ വെച്ച് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയ്ക്കായി ഒത്തുചേരുന്നതായിട്ടുള്ള ആ ദിവസങ്ങൾ. അപ്പോൾ നിങ്ങൾ ബഹുമാനപ്പെട്ട CM ബ്രാഞ്ചിന്റെ ഒരു വഴിയെന്ന് കണ്ണൊന്നും കാണാൻ പാടില്ലാത്ത അദ്ദേഹം ഞങ്ങൾക്ക് പേരിട്ടു. ഞങ്ങൾ NGO അച്ഛന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒത്തുകൂടുന്ന ആ സമയത്ത് പറയും NGO ഫെലോഷിപ്പ്, നമ്മുടെ അച്ഛന്മാരുടെ NGO ഫെലോഷിപ്പ് ആണെന്ന് പറഞ്ഞ് ഒരുമിച്ച് കൂടുമായിരുന്നു. കോട്ടയത്ത് നിന്നും അച്ഛൻ ട്രാൻസ്ഫറായി ഞാനും ചെന്നു തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ട്രാൻസ്ഫറായി പോയതിനു ശേഷം വീണ്ടും ആ ഫെലോഷിപ്പ് കൂടുന്നതിന് കഴിഞ്ഞില്ല എങ്കിലും ഞാൻ ഓർക്കുകയാണ് എത്ര സ്നേഹത്തിൻ്റെ കൂട്ടായ്മയ്ക്കായി ലഭിച്ചതായിട്ടുള്ള നല്ല അവസരങ്ങളായിരുന്നു ആ അവസരങ്ങൾ. നിർബന്ധിച്ച് ആരെയും ഏൽപ്പിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു. തെറ്റാണെന്ന് കാരനായിരുന്നു PM വർഗീസ് അച്ഛൻ. അച്ഛനെ ഓർക്കുന്നതായിട്ടുള്ള സമയത്ത് അച്ഛൻ ഈ ഭവനത്തിലായിരുന്ന സമയത്ത് നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബെ പോൽ രാക്കാലത്തിൽ വൻകാട്ടിൽ കല്ലിന്മേൽ ഉറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ
തലയിണയെ വേദനാക്കും എൻ തുമ്പത്താലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും. ആകാശമാർഗമായി മഹോന്നതേ. ഏത് സമയത്തും നിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാനും അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനും പുത്രത്തിന്റെ അവകാശം കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഓർത്ത് നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ആനന്ദവേളകളിലും ആപത്ത് വേളകളിലും ഞങ്ങളുടെ പ്രയാസത്തിന്റെ സ്ഥാനങ്ങളിലൊക്കെയും ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാനും കൃത്യമായ സമാധാനം പ്രാപിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് നന്ദിയോടെ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മഹത്വമുള്ളതായ ശുശ്രൂഷയിൽ മുന്തിരത്തോട്ടത്തിൽ അധ്വാനിപ്പാൻ കഴിഞ്ഞ കാലങ്ങൾ നിന്റെ ദാസനെ കർത്താവിടെ ആക്കി തീർത്തു. ഈ ലോകത്തിൽ ലഭിച്ചതായ ആയുസ്, ആരോഗ്യം, ബലം എല്ലാം കർത്താവെ നിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിപ്പാനായിട്ട് എൻ്റെ ദാസനെ തിരുമേനി സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെയും കാണുവാനും അവരുടെ സ്നേഹങ്ങളൊക്കെ അനുഭവിപ്പാനും കർത്താവിടെ ആക്കി തീർത്തു. ഏൽപ്പിച്ചതായ ആളുകളെ വിശ്വസ്തയോടുകൂടെ പരിപാലിപ്പാനുള്ളതായ കൃപയെ നിന്റെ ദാസന് നൽകിയ തക്ക സമയമായപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നിയല്ലോ. ഞങ്ങൾക്ക് ലഭിക്കുന്ന ആയുസ്, ആരോഗ്യം, ബലം എല്ലാം കർത്താവെ നീ തരുന്ന ദാനമാകുന്നു ഓർത്ത് നന്ദിയുള്ളവരായി നിന്നെ സ്തുതിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളായിട്ട് പ്രിയപ്പെട്ടവർ കർത്താവെ ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരും തിരുമേനി അനുഗ്രഹിക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനത്താൽ കർത്താവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനമാണ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശയും കർത്താവ് തന്നിട്ടുള്ളതോർത്ത് നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പകൽക്കാലം നടക്കുവാനുള്ളതായ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാക്കി തീർക്കണമേ. അനേക പ്രിയപ്പെട്ടവർ വരുവാനുണ്ടല്ലോ, അവരുടെ യാത്രയിലൊക്കെയും കർത്താവ് കൂടെ ഒന്ന് സഹായിക്കണമേ. ശുശ്രൂഷകൾ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവകൃപ ധാരാളമായി ചൊരിയണമേ. നിന്റെ ദാസന്റെ വേർപാട് ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കരുണ തോന്നണം. ആശ്വാസവും സമാധാനം നൽകി സഹായിക്കണം. പ്രത്യാശാൽ ഹൃദയം നിറയപ്പെടുവാൻ സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സകലം യാചിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ക്ഷണപ്പെട്ട ബദനി മാർത്തമ്മ ഇടവക അംഗമാണ് ഞാൻ. ഇടവക പ്രതിനിധികൾ ഏതാനും 11 അവർ എത്തിച്ചേരും എന്നെ അറിയിച്ചു. എൻ്റെ ഒരു കസിൻ ബ്രദറാണ് അച്ഛൻ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമേ തന്നെ ഇവിടെ വന്നിരുന്നു. അച്ഛൻ ചണ്ണപ്പെട്ട ഇടവയിൽ 70, 71, 72 കാലയളവിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചു. ചണ്ണപ്പെട്ട ഇടവയുടെ ആരാധനയ്ക്ക് അർത്ഥബോധവും ലക്ഷ്യവും കൈവരുന്നതിന് അച്ഛൻ്റെ സേവനകാലം വളരെയധികം സഹായിച്ചു. ഒപ്പം കൊച്ചമ്മയുടെ പ്രവർത്തനങ്ങൾ അതൊരു ഇല്ലാതിരുന്ന നല്ല ചില മാതൃകൾ ആ കാലയളവിൽ ഇടവയിൽ ആരംഭിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. അച്ഛനെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തോട് 100% വിശ്വസ്തത പാലിക്കുന്നതിന് അച്ഛൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കത് പല കാര്യങ്ങൾ അനുഭവമായി തീർന്നിട്ടുണ്ട്. കാരണം അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ആ വിധത്തിൽ ഇടവകയുടെ ബഹുമുഖമായ വളർച്ചയ്ക്ക് സഹായകമായിരുന്നു. ആത്മീയമായ ഒരു അന്തരീക്ഷം ഇടവകയിൽ ആരാധനയിൽ എടുക്കുവാനായിട്ട് അച്ഛൻ കൊച്ചമ്മയെ അക്ഷരം പരിശ്രമിച്ചു. അച്ഛനും കൊച്ചമ്മ ഒരു മോളുമായിട്ടാണ് അന്ന് അവിടെ വരുന്നത്. അവരെ പിന്നീടാണ് മോളെ വിവാഹം നടന്നത്. എങ്കിലും അച്ഛൻ്റെ ഞങ്ങൾ ഇടവയ്ക്ക് നൽകിയ വിലപ്പെട്ട സേവനം മാതൃക വളരെ അച്ഛൻ്റെ വിശ്വസ്തത ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ അത് അസ്ഥാനത്തല്ല എന്നാണ് വിചാരിക്കുക. ചെറിയ കാര്യത്തിൽ പോലും അച്ഛൻ ശ്രദ്ധിക്കുമായിരുന്നു. വയസ്സിൽ പൂർത്തിയാക്കി ദൈവം തന്നെ എല്ലാം വർദ്ധിച്ചു. പ്രിയപ്പെട്ട മനീഷിൻ്റെ
വേർപാടുകൾ അനുശോചനം അറിയിക്കുന്നതിനായി എൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അച്ഛനെ സജീവ സ്നേഹത്തിന് ശേഷം ഇവിടെ സ്വന്തം കുറ്റപ്പെടാതിരിക്കുന്നവർ ഒന്ന് താമസമാക്കിയ കാലം മുതൽ ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് മാത്രമല്ല ഒരു വിദേശ എൻ്റെ സ്ഥാനത്ത് അച്ഛനെ കരുതുകയും സ്നേഹിക്കുകയും അച്ഛനുമായി ഏറ്റവും അടുത്ത് കൈമാറുവാൻ അവസരമൊരുക്കുകയും ചെയ്തിരുന്നു. അച്ഛന് സുദീർഘമായ സേവനം പൂർത്തിയാക്കിയ ശേഷം എല്ലാവരും മാനിക്കപ്പെടുകയും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സഭ എവിടെ നിന്നുള്ള നിലയിൽ എല്ലാവരും സാക്ഷ്യം നേടുകയും ചെയ്ത പ്രിയപ്പെട്ട അർഹിക്കാത്ത കഷ്ടത എന്നോട് കാണുന്നുണ്ട്. യാതൊരു തെറ്റും ചെയ്യാത്തവരെന്താണ് വേദനയും കഷ്ടവും ഇതിലൂടെ കടന്നു പോകുന്നത്. അതിന് മാക്സിമിൻ്റെ ശരിയായി തീർന്നതും ആ സമയങ്ങളിൽ ഒരുക്കുന്നവരുണ്ട്. അനേകരുടെ നന്മയ്ക്ക് കാരണമാക്കിയിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അനേക വിശുദ്ധരുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. കർത്താവിൻ്റെ ക്രൂശിനെ പ്രത്യാശയോടുകൂടെ ജീവിതയാഥാർത്ഥ്യമുണ്ടായ അനേക പരിചയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ട അനുഭവമായിരുന്നു അനുഭവമാക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനും കൊച്ചുമീൻ അവളും കുഞ്ഞുങ്ങളും അതൊക്കെ സന്തോഷമായി ഞാൻ ഓർക്കുന്നു. കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം ഇവിടെ അറിയിക്കുന്നതിനായി ഈ അവസരം ഉപയോഗിക്കുന്നു. പോലെ